നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓശാന ഞായർ ആചരിച്ച ക്രൈസ്തവ സമൂഹം. അന്ത്യത്താഴത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുന്നോടിയായി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ നഗരവാസികൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കി ഓശാന ആചരണം ഭക്തിനിർഭരം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി. ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. പ്രചരണച്ചൂടിൽ സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തങ്ങളുടെ വോട്ടുറപ്പിക്കാൻ മുന്നണികൾ. റോഡ് ഷോയും കൺവെൻഷനുകളുടെയും ആവേശത്തിൽ പ്രചരണ പരിപാടികൾ സജീവം. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാനപാത കൊരട്ടിക്കരയിൽ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട മിനി ലോറി കാറിൽ ഇടിച്ച് അപകടം. കൊരട്ടിക്കര കുരിശുപള്ളിക്ക് സമീപം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക 50ഓളം ഗജവീരന്മാർ. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്തകൾ വിശദമായി. ഇന്ന് ഓശാന ഞായർ. അന്ത്യത്താഴത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുന്നോടിയായി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച് ക്രിസ്തുവിനെ നഗരവാസികൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് ഓശാന ആചരിച്ചത്. കയ്യിൽ ഒലിവിലകളുമായി ദാവീദിൻ പുത്രനെ ഓശാന എന്ന് ഘോഷിച്ച് ജനങ്ങൾ കഴുതപ്പുറത്തേറി വന്ന ദൈവപുത്രനെ നഗരത്തിലേക്ക് ആനയിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ ദിവ്യബലി ഉൾപ്പെടെയുള്ള തിരുകർമ്മങ്ങളും പ്രദക്ഷിണവും കുരുത്തോല വിതരണവും നടന്നു. ഓശാന ആചരണത്തോടെ 50 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നോമ്പിന്റെ ഏറ്റവും തീക്ഷ്ണമായ ചടങ്ങുകളിലേക്ക് ക്രൈസ്തവ സഭാ വിശ്വാസികൾ പ്രവേശിച്ചു. കഷ്ടാനുഭവ ആഴ്ച, വലിയ ആഴ്ച എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ദിവസങ്ങളിൽ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും പുത്തൻപാന പാരായണവും നടക്കും. കുരിശുമരണത്തിനപ്പുറമുള്ള ക്രിസ്തുദേവന്റെ ഉത്ഥാനത്തിലേക്ക് ഓശാന ആചരണത്തിലൂടെ വിശ്വാസി സമൂഹം പ്രവേശിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി. ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. തിരൂർ ബിയാൻകോ കാസ്റ്റിലിൽ നടന്ന പ്രതിനിധി സമ്മേളനം VKC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റസാഖ് ഉദ്ഘാടനം ചെയ്തു. 300ഓളം പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇന്നലെ വൈകിട്ട് 14 ജില്ലകളിലെയും കേബിൾ ടിവി ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന സംഘം പ്രത്യേക ബാനറിന് കീഴിൽ അണിനിരന്ന് വാദ്യമേളങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, പുതുപുത്തൻ പ്രചരണ സങ്കേതങ്ങൾ തുടങ്ങിയവ അണിനിരത്തി ഘോഷയാത്രയും ഉണ്ടായിരുന്നു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ് ഉദ്ഘാടനം ചെയ്തത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം പണി നടക്കുന്ന സൈറ്റിലെ ഇലക്ട്രിക്കൽ സ്റ്റോർ റൂമിൽ അതിക്രമിച്ചു കയറി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇലക്ട്രിക്കൽ വയറുകൾ മോഷ്ടിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്ന സൈറ്റിലാണ് കവർച്ച നടന്നത്. ഏകദേശം 2,10,000 രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് വിലയിരുത്തൽ. സ്റ്റോർ റൂമിന്റെ വാതിലിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ വിലപിടിപ്പുള്ള വയറുകളുമായി കടന്നുകളയുകയായിരുന്നു. സംഭവത്തിൽ സൂപ്പർവൈസർ കണ്ണൂർ കടമ്പൂർ സ്വദേശി സച്ചിൻലാൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സബ് ഇൻസ്പെക്ടർ വാസുദേവൻ ഊട്ടുപറയ്ക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ മണ്ഡല പര്യടനത്തിന് തുടക്കമായി. ഞായറാഴ്ച രാവിലെ ചൂണ്ടൽ പഞ്ചായത്തിലെ കേച്ചേരി മണലിയിൽ നിന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പര്യടനം ആരംഭിച്ചത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ പര്യടന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം ഡേവിസ് ഫ്രാൻസിസ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി C. രവീന്ദ്രനാഥ്, NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, CPM ഏരിയ കമ്മിറ്റി അംഗം KA സൈഫുദ്ദീൻ, ഇടതുമുന്നണി നേതാക്കളായ KS കരീം, VK ഹരിദാസ്, PU ഷാഹിർ എന്നിവർ സംസാരിച്ചു. കേച്ചേരി, ചൂണ്ടൽ, മറ്റം, തൈക്കാട് എന്നീ മേഖലകളിലെ 28 കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം നടന്നത്.
ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പുത്തനുണർവ് സമ്മാനിച്ച മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ സ്വീകരിക്കാനെത്തിയിരുന്നത്. കണിക്കൊന്ന പൂക്കളും രക്തഹാരങ്ങളുമായി ജനങ്ങൾ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ഓരോ കേന്ദ്രത്തിലും ചുരുങ്ങിയ വാക്കുകളിൽ രവീന്ദ്രൻ മാഷ് വോട്ടഭ്യർത്ഥന നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ മുരളി പെരുന്നെല്ലി MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, ഉഷ പ്രഭുകുമാർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, PA രമേശൻ, VN സുർജിത്ത്, KV വിനോദൻ, KA വിശ്വംഭരൻ, PG സുബിദാസ്, ഷൈനി കൊച്ചുദേവസി എന്നിവർ സംസാരിച്ചു. തിങ്കളാഴ്ച രാവിലെ 8-ന് ആശാരി മൂലയിൽ നിന്നാരംഭിക്കുന്ന പര്യടനം 27 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം രാത്രി 8-ന് മുല്ലശ്ശേരിയിലെ പെരുവല്ലൂരിൽ സമാപിക്കും. പിണറായി വിജയൻ എന്ന പേര് കേരളത്തിൽ അസഭ്യവാക്കായി മാറിയിരിക്കുകയാണെന്ന് സോപാന സംഗീതജ്ഞനും സാംസ്കാരിക പ്രവർത്തകനുമായ ഞെരളത്ത് ഹരിഗോവിന്ദൻ പറഞ്ഞു. UDF ഗുരുവായൂർ മുനിസിപ്പൽ തല തെരഞ്ഞെടുപ്പ് വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയുടെ നന്മകളെ താനാണെന്ന് പറയുന്നതാണ് പിണറായിയുടെ പരിപാടി. ശബരിമലയിലേതോ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിലെയോ ആചാര ലംഘനങ്ങൾ നടത്താൻ ശ്രമിക്കില്ല എന്നതാണ് UDF നൽകുന്ന ഗ്യാരണ്ടി. ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് 10,000 കണക്കിന് വീടുകൾ നിർമ്മിച്ചതിൽ 3000-ഓളം എണ്ണം ഹൈന്ദവർക്കും ക്രൈസ്തവർക്കുമാണ് നൽകിയത്. ഇതൊന്നും PR വർക്കിലൂടെ തുറന്നുകാട്ടലല്ല IMU MLന്റെ പാരമ്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു. പടിഞ്ഞാറേ നടയിലെ നരേങ്ങത്ത് പറമ്പിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥ വിവിധയിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി എരങ്ങത്തയിൽ പറമ്പിൽ സമാപിച്ചു. സ്ഥാനാർത്ഥി CH റഷീദ്, UDF നേതാക്കളായ CA ഗോപപ്രതാപൻ, R രവികുമാർ, KV ഷാനവാസ്, KP ഉദയൻ, RV അബ്ദുറഹീം തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘപരിവാറിന്റെ രാഷ്ട്രീയ കുതന്ത്രം പരാജയപ്പെടുത്താൻ ഇടതുഭരണ തുടർച്ചയ്ക്കെതിരെ കേരളം വിധിയെഴുതണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്. പാർട്ടി കുന്നംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിൽ നിലനിർത്തി തങ്ങൾക്കനുകൂലമായി സാമൂഹികാന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള സംഘപരിവാർ പദ്ധതി പരാജയപ്പെടുത്തണം. സംഘപരിവാർ നടത്തിയ നുണപ്രചരണങ്ങളെ തടയാതെ മൗനം പാലിക്കുകയും വിദ്വേഷ പ്രചാരകരെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി CM ഷെരീഫ്, മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് എന്നിവർ സംസാരിച്ചു. ഇടത് ദുർഭരണത്തെ പിഴുതെറിയാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും UDFനെ പിന്തുണയ്ക്കണമെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ പറഞ്ഞു. കോൺഗ്രസ് നേതാവും കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ, മുസ്ലിം ലീഗ് നേതാക്കളായ കരീം പന്നിത്തടം, ഉസ്മാൻ കല്ലാട്ടയിൽ, സത്താർ ആദൂർ എന്നിവർ പങ്കെടുത്തു. കൺവെൻഷനിലെത്തിയ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹനെ മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ, വിമൺ ജസ്റ്റിസ് ഫ്രട്ടേണിറ്റി, ടീം വെൽഫെയർ, FITU, പ്രവാസി വെൽഫെയർ ഫോറം, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ തുടങ്ങിയ പോഷക സംഘടനാ ഭാരവാഹികൾ സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം നടത്തി. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. തൃശൂർ സൈക്കിൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സൈക്കിൾ സവാരി സംഘടിപ്പിച്ചത്. കുന്നത്തങ്ങാടി മുതൽ വാടാനപ്പള്ളി വരെയുള്ള 8 കിലോമീറ്റർ ദൂരമാണ് സൈക്കിൾ റാലി നടന്നത്. മന്ത്രിയാകുന്നതിനു മുൻപും ശേഷവും തൃശൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ സൈക്കിളിൽ സഞ്ചരിക്കുന്ന രവീന്ദ്രൻ മാഷ് നഗരത്തിലെത്തുന്നവർക്ക് ഒരു സ്ഥിരം കാഴ്ചയാണ്. സൈക്കിളിലുള്ള മാഷിന്റെ സവാരി പലപ്പോഴും വാർത്തയിൽ ഇടം പിടിക്കുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. തൃശൂരിലെ സൈക്കിൾ കൂട്ടായ്മയിൽ അംഗം കൂടിയായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് മണലൂരിൽ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് പിന്തുണ നൽകിക്കൊണ്ടാണ് സൈക്കിൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 7-ന് മണലൂർ മണ്ഡലത്തിന്റെ അതിർത്തിയായ കുന്നത്തങ്ങാടി സെന്ററിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനുരുദ്ധൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, KM ഗോപിദാസൻ, B സനോജ്, KR ബാബുരാജ്, K രാഗേഷ് എന്നിവർ സംസാരിച്ചു. സൈക്കിൾ കൂട്ടായ്മ അംഗങ്ങൾക്കും ഇടതുപക്ഷ പ്രവർത്തകർക്കുമൊപ്പം രവീന്ദ്രൻ മാഷും പങ്കെടുത്ത സൈക്കിൾ റാലി വാടാനപ്പള്ളി സെന്ററിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് IK സുധീഷ്, BV പ്രഭാത്, CK വരദൻ, K രാമൻകുട്ടി, K സുമേഷ് എന്നിവർ സംസാരിച്ചു.
ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി CH റഷീദ് പുന്നയൂർ പഞ്ചായത്തിലെ യുവാക്കൾക്കൊപ്പം പ്രഭാത സവാരി നടത്തി. മോർണിംഗ് വാക്ക് വിത്ത് UDF സ്ഥാനാർത്ഥി എന്ന പരിപാടി പുന്നയൂർ പഞ്ചായത്ത് ഓഫീസ് മുതൽ എടക്കഴിയൂർ സെന്റർ വരെയായിരുന്നു നടത്തിയത്. നെഹ്റു കരുണാലയ കേന്ദ്രമാണ് മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചത്. MV ഹൈദരാലി, KK ഹംസക്കുട്ടി, RP ബഷീർ, MV ഷക്കീർ, C മുഹമ്മദ് അലി, CV സുരേന്ദ്രൻ, KK ഷിബു, റസ്ല റഹീം, മുബീന സലീം എന്നിവർ പങ്കാളികളായി. നെഹ്റു കേന്ദ്രം ഭാരവാഹികളായ ഷാജഹാൻ, ജിഷാർ, ഹൈദരാലി, അക്ബർ, ഷാനിഫ്, നജീബ് എന്നിവർ നേതൃത്വം നൽകി. ബദൽ രാഷ്ട്രീയത്തിന് കരുത്തു പകരുക എന്ന മുദ്രാവാക്യമുയർത്തി മണലൂർ നിയോജക മണ്ഡലം SDPI സ്ഥാനാർത്ഥി ദിലീപ് അബ്ദുൽ ഖാദറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. SDPI ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറനെല്ലൂരിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് പട്ടിക്കര സെന്ററിൽ സമാപിച്ചു. പൊള്ളയായ വികസനം പറഞ്ഞ് കാലങ്ങളായി ഇടതും വലതും ജനങ്ങളെ പറ്റിക്കുകയാണെന്നും അതിന് ഉത്തമ ഉദാഹരണമാണ് കേച്ചേരിയിലെ ജനങ്ങളുടെ യാത്ര ദുസ്സഹമാക്കുന്ന ഗതാഗത തടസ്സമെന്നും ദിലീപ് അബ്ദുൽ ഖാദർ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ഷഫീർ, ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സാലിഹ് എന്നിവർ സംസാരിച്ചു. വേലൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണ പര്യടനം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ചു. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, DCC ജനറൽ സെക്രട്ടറി K ജയശങ്കർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK ശ്യാംകുമാർ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിവേക്, PP യേശുദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജുഷ സുരേഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിജിനി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാത കൊരട്ടിക്കരയിൽ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട മിനി ലോറി കാറിലിടിച്ച അപകടം. കൊരട്ടിക്കര കുരിശുപള്ളിക്ക് സമീപം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. ചങ്ങരംകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് മാങ്ങയുമായി പോവുകയായിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ല. സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂര മഹോത്സവം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കും. തിങ്കളാഴ്ച ആർപ്പും ആരവവുമായി വേല മഹോത്സവവും ചൊവ്വാഴ്ച കരിയഴുകിന്റെ മസ്തകത്തിൽ തിടമ്പേറ്റി താളമേള വാദിവിസ്മയം തീർക്കുന്ന പൂര മഹോത്സവവും ആഘോഷിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക 50ഓളം ഗജവീരന്മാർ. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. മാർച്ച് 25-ന് കൊടിയേറിയതു മുതൽ ദിവസവും രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് തുടങ്ങിയ ചടങ്ങുകളും വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, അത്താഴപൂജ, ശീവേലി, കലാപരിപാടികൾ എന്നിവയും നടന്നുവരുന്നു. തിങ്കളാഴ്ച വേല ദിവസം തട്ടകദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യക്കാഴ്ചകൾ വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ ക്ഷേത്ര മൈതാനിയിൽ ആടിത്തിമിർക്കും. തുടർന്ന് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതിക്ക് മുഴുവൻ കളംപാട്ടുണ്ടായിരിക്കുന്നതാണ്. പൂരദിവസമായ മാർച്ച് 31-ന് രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണി മുതൽ പ്രസാദഊട്ട് ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് 2:30-ന് ക്ഷേത്ര നടപ്പുരയിൽ പ്രശസ്ത മേള കലാകാരന്മാരായ കോട്ടയ്ക്കൽ രവി, നെല്ലുവായ് ശശി, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേരും. 6 മണിക്ക് 80-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ടിമേളത്തിന് മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കും. തട്ടകത്തെ 18 ദേശങ്ങളിൽ നിന്നായി 46ഓളം തലയെടുപ്പുള്ള ഗജരാജന്മാരാണ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക. വാദ്യമേള വിസ്മയം തീർക്കുന്ന പഞ്ചാരിമേളത്തിനൊപ്പം ക്ഷേത്രമൈതാനിയിൽ കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ കൂടി അണിനിരക്കുന്നതോടെ നയനാനന്ദകരമായ കാഴ്ച ഉത്സവപ്രേമികൾക്ക് ആസ്വദിക്കാനുള്ള സുവർണാവസരമാണ് പറപ്പൂക്കാവിൽ ഒരുങ്ങുക. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി, പഞ്ചമദ്ദളകേളി, കാവടി വരവ് എന്നിവയുണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ശാന്തി, എയ്യാൽ രാജു എന്നിവർ കാർമ്മികരാകും. പൂരാഘോഷത്തിന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PG അജയൻ, UB ജയൻ, KG ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകും. ക്രിസ്തുദേവന്റെ ജെറൂസലേം പ്രവേശനത്തെ പുനരാവിഷ്കരിച്ച വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വിശ്വാസികൾ. മാനവരുടെ പാപങ്ങളുടെ മോചനത്തിനായുള്ള കുരിശുമരണത്തിന് മുൻപ് ദൈവപുത്രൻ ജെറൂസലേം നഗരിയിലേക്ക് പ്രവേശിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് ഇടവക വിശ്വാസികൾ ഒന്നാകെ ചേർന്ന് വേറിട്ട ഓശാന ആചരണം നടത്തിയത്.
ഇടവക ദേവാലയത്തിന് കീഴിലുള്ള കപ്പേളയിൽ നിന്നും ഓശാന ഞായറാഴ്ചയുടെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ജെറൂസലേം നഗരവാസികളുടെ വേഷവിധാനങ്ങളോടെ ഇടവക ജനങ്ങൾ അണിനിരന്ന പ്രദക്ഷിണം നടന്നു. ഇടവകാംഗം ക്രിസ്തുദേവന്റെ വേഷവിധാനങ്ങളോടെ കഴുതപ്പുറത്തേറി പ്രദക്ഷിണത്തിൽ അണിനിരന്നത് ആകർഷകമായി. ദാവീദിൻ പുത്രന് ഓശാന എന്ന് ഘോഷിച്ച് സൈത്യനിലകളുമായി ഇടവക ജനങ്ങൾ ഒന്നാകെ പ്രദക്ഷിണത്തിൽ അണിനിരന്നു. ഇടവകയിലെ കുട്ടികൾ നൃത്തച്ചുവടുകളുമായി ഓശാന ആചരണത്തിന്റെ ഭാഗമായി ജീവനുള്ള കഴുതയുമായി സൈത്യൻ കൊമ്പുകളുമായി ആദിമ കാലഘട്ടത്തിലെ ജെറൂസലേം നിവാസികളുടെ വേഷവിധാനത്തോടെ ഒരു ഇടവക ഒന്നാകെ ഒന്നിച്ച് പങ്കാളികളായ ഓശാന ആചരണം നാട്ടുകാരിൽ കൗതുകം ഉണർത്തി. പ്രദക്ഷിണം ദേവാലയത്തിലെത്തിച്ചേർന്ന ശേഷം പ്രധാന വാതിലിൽ മുട്ടിയതിനു ശേഷം വൈദികൻ വാതിലുകളെ തുറക്കുക, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ചു. തുടർന്ന് വൈദികനും ഇടവക വിശ്വാസികളും ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് തിരുകർമ്മങ്ങളിൽ പങ്കാളികളായി. 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറൂസലേം ദേവാലയത്തിലേക്ക് കഴുതപ്പുറത്തു കയറി വന്ന യേശുദേവന്റെ പുനരാവിഷ്കാരം ഈ വർഷത്തെ ഓശാന ആചരണത്തിന് മാറ്റുകൂട്ടി. വികാരി ഫാദർ ജോബി പുത്തൂർ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികനായി. കൺവീനർ KT ലാസർ, കൈക്കാരന്മാരായ KT ജോബ്, CJ വിൻസെന്റ്, KJ തോമസ്, കമ്മിറ്റി അംഗങ്ങളായ KJ ജീസൺ, ആൻവിൻ ആൻഡോ, ബിൽവിൻ ആൻഡോ, ഷാജി ടീച്ചർ, ലിജി ടീച്ചർ, ലിൻഡു സൈനീഷ് എന്നിവർ നേതൃത്വം നൽകി. ദേവാലയത്തിലെ ഭക്തസംഘടനകളുടെ പൂർണ്ണമായ സഹകരണത്തോടെയാണ് ഓശാന ഞായർ ആചരിച്ചത്. പരിസ്ഥിതി പ്രവർത്തകനും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവശാസ്ത്ര അധ്യാപകനുമായിരുന്ന സാജു മാത്യു മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ജീവ ജീനിയസ് അധ്യാപക പുരസ്കാരത്തിന് തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സസ്യശാസ്ത്ര അധ്യാപകനും എഴുത്തുകാരനുമായ VU രാധാകൃഷ്ണൻ അർഹനായി. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഭൂമിപുത്രി, കൃഷ്ണ, കൃഷ്ണയാനം എന്നീ നോവലുകളുടെയും ഇരിപ്പിടങ്ങൾ, മഖപ്പിറവി എന്നീ കഥാസമാഹാരങ്ങളുടെയും ജന്മനക്ഷത്ര സസ്യങ്ങൾ, കൃഷ്ണപ്രിയ സസ്യങ്ങൾ, മഹാവൃക്ഷങ്ങൾ, ഔഷധ സസ്യലോകം, സസ്യലോക പര്യടനം, കടലിന്റെ കൺമണികൾ, പാലക്കാടൻ പര്യടനം, സഹ്യസാനുക്കളിൽ പ്രകൃതി സ്നേഹികളെ, ഇതിലെ മഹാഭാരതം, പ്രകൃതി ഭാരതം, പൂക്കൾ മണ്ണിലും മനസ്സിലും എന്നീ പ്രകൃതിശാസ്ത്ര സംബന്ധമായ കൃതികളുടെയും രചയിതാവാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ. ആനുകാലികങ്ങളിലും കുട്ടികൾക്കുള്ള പ്രസിദ്ധീകരണങ്ങളിലും പാരിസ്ഥിതിക ലേഖനങ്ങൾ എഴുതിവരുന്ന രാധാകൃഷ്ണൻ മാഷ് തൃശൂർ പോട്ടൂർ സ്വദേശിയാണ്. സാജു മാത്യു സ്മൃതി ദിനമായ ജൂലൈ 25-നോടനുബന്ധിച്ച് അവാർഡ് വിതരണം ചെയ്യുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ സിമി മേരി സാജു, AD ആൻഡു, PJ സ്റ്റൈജു എന്നിവർ അറിയിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ കുഴൽക്കിണർ നിർമ്മാണം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. പുന്നേരിക്കുളം 11-ാം വാർഡിൽ പരൂർ ശിവക്ഷേത്രത്തിന് മുൻവശം AMR സ്ക്വയറിലാണ് കുഴൽക്കിണർ നിർമ്മാണം നടത്തിയിരുന്നത്. കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ടാങ്കറുകളിലും മറ്റ് സ്രോതസ്സുകൾ ഉപയോഗിച്ചും കുടിവെള്ളം വിതരണം ചെയ്യാറുണ്ടെന്ന് പറയുന്നു. കെട്ടിടത്തിന്റെ മുൻവശത്തായി വലിയ കിണറുള്ള സാഹചര്യത്തിൽ 110 അടി താഴ്ചയിൽ കുഴൽക്കിണർ കുത്തുന്നത് കുടിവെള്ളത്തിന് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്നതാണ് നാട്ടുകാരുടെ ആശങ്ക. പരാതിയെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം തടഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, വാർഡ് മെമ്പർ KP ധർമ്മൻ, പൊതുപ്രവർത്തകരായ ബക്കർ തൊട്ടേക്കാടൻ, ടിപ്പു ആറ്റുപുറം, പുഷ്പൻ പരൂർ, റസാഖ്, അബുകുന്നത്ത്, അമീർ പാവൂരയിൽ, ഷഫീഖ്, ഫാറൂഖ്, പ്രദീപ്, സുന്ദരൻ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. യാതൊരു വക തരത്തിലുള്ള പാരിസ്ഥിതികമായ പഠനങ്ങളില്ലാതെ അത് വളരെ താഴ്ചയിലാണ് അത് അടിക്കുന്നതാണ് അതിൻ്റെ അധികൃതർ പറഞ്ഞത്, നിർമ്മാണം ചെയ്യുന്ന ആളുകൾ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലൊരു നിർമ്മാണം നടന്നു കഴിഞ്ഞാൽ സമീപ പ്രദേശത്തൊക്കെ തന്നെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ വിപത്തായി തീരും. പുന്നയൂർകുളം പഞ്ചായത്തിൽ നിലവിൽ തന്നെ ഈ കുടിവെള്ളത്തിന് ഫണ്ട് വയ്ക്കുന്നൊരു പഞ്ചായത്തിന് കൂടിയാണ് വിതരണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ആ സംരംഭം അവിടെ പോയതും പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഹസൻ അവരുടെ നേതൃത്വത്തിൽ ആ വർക്ക് നിർത്തിവെക്കുകയും പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായി ഒരു ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം വാട്ടർ അതോറിറ്റിയുടെയും പുന്നയൂർകുളം പഞ്ചായത്തിൻ്റെയും അനുമതിയോടുകൂടി 2030-നുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ കുഴൽക്കിണർ നിർമ്മിക്കാനുള്ള അനുമതിയെടുത്തിട്ടുണ്ടെന്നും നിയമപ്രകാരം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് കുഴൽക്കിണർ സ്ഥാപിക്കുന്നതെന്നും നിയമത്തിനെതിരായുള്ള പ്രവൃത്തിക്കാണ് ജനപ്രതിനിധികൾ കൂട്ടുനിൽക്കുന്നതെന്നും സ്ഥലമുടമ പ്രതികരിച്ചു. വിദ്വേഷ വിഭജന രാഷ്ട്രീയത്തിനെതിരെ വേക്കപ്പ് കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സഹവർത്തിത്വ സത്യാഗ്രഹം നടത്തി. പടിഞ്ഞാറേ നടയിൽ P. കൃഷ്ണപിള്ള സ്ക്വയറിൽ നടന്ന സത്യാഗ്രഹം എഴുത്തുകാരി സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
കവി പ്രൊഫസർ സച്ചിദാനന്ദന്റെ ഐക്യദാർഢ്യ സന്ദേശം വായിച്ചു. ഡോക്ടർ ഖദീജ മുംതാസ്, ഗാന്ധിയൻ ചിന്തകൻ പ്രൊഫസർ KP ശങ്കരൻ, കവി PN ഗോപികൃഷ്ണൻ, ഷീല ടോമി, CR നീലകണ്ഠൻ, സീനിയർ ജേർണലിസ്റ്റ് PJ മാത്യു, KA മോഹൻദാസ്, PN പ്രൊവിനന്റ്, K ശിവരാമൻ, TK വാസു, M സുൽഫത്ത്, നെജു ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ സൂഫി ഗായകൻ സമീർ ബിൻസി സൂഫി കവിതകൾ അവതരിപ്പിച്ചു. ചാലിശ്ശേരി അടിമന പാടശേഖരത്ത് 10,000-ഓളം താറാവ് കൂട്ടങ്ങളെത്തി. വെള്ളയും തവിട്ടും നിറങ്ങളിൽ ഏകദേശം 67 ദിവസം പ്രായമുള്ള താറാവുകൾ വേനലിന്റെ കാഠിന്യത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ കൂട്ടത്തോടെയാണ് കൗക്കോട് പാലം തോട്ടിലെ വെള്ളത്തിൽ നീരാടുന്ന കാഴ്ച കൗതുകമാവുകയാണ്. കിലോമീറ്ററുകളോളം നീളുന്ന കൂട്ടയാത്രയും ഒരേ താളത്തിൽ നീന്തി കളിക്കുന്നതും വഴിയാത്രക്കാർക്കും കൗതുകമാണ്. പാലക്കാട് കണ്ണാടി പന്നിക്കോട് സ്വദേശിയായ സുദേവനാണ് കഴിഞ്ഞ 25 വർഷമായി താറാവുകളുമായി ചാലിശ്ശേരിയിലെത്തിയത്. തിരുവല്ല സ്വദേശി ജോണിയുടേതാണ് താറാവുകൾ. കൊയ്ത്തിന് ശേഷം വയലുകളിൽ ലഭിക്കുന്ന പ്രകൃതിദത്ത തീറ്റയാണ് ഇവയുടെ പ്രധാന ആശ്രയം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലും തോടുകളും ജലസ്രോതസ്സുകളും ജീവജാലങ്ങൾക്ക് അഭയകേന്ദ്രങ്ങളായി തുടരുകയാണ്. 5 മാസം പ്രായം വരെയുള്ള കാലയളവിൽ കേരളത്തിനകത്തും പുറത്തുമായി പാടശേഖരങ്ങൾ തേടിയുള്ള താറാവുകളുടെ യാത്ര തുടരുകയാണ്. അതേസമയം കൂട്ടം തെറ്റിയും രോഗവും മൃഗങ്ങളുടെ ആക്രമണവും മറ്റുമായി താറാവുകളുടെ എണ്ണം കുറയുന്നുണ്ടെന്ന് സുദേവൻ പറഞ്ഞു. കുന്നുംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി തിങ്കളാഴ്ച രാവിലെ നടക്കും. വിശേഷാൽ പൂജകൾക്ക് ശേഷം 10 മണിക്ക് മാതൃബലിക്കല്ലിൽ ബലിതൂവും. പള്ളിവേട്ട ചൊവ്വാഴ്ച ഉണ്ടാകും. ഉത്സവത്തിന്റെ ഭാഗമായി പകൽ മുഴുവൻ തിരുവാതിരക്കളിയും വൈകിട്ട് നൃത്യങ്ങളും അരങ്ങേറും. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് അയിനപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ അറിയിച്ചു. ആദൂർ മഹാത്മാ LP സ്കൂളിന്റെ 75-ാം വാർഷികാഘോഷം ഡോക്ടർ യുയാക്കി മാർ കുറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ PK വിനയകുമാരൻ അധ്യക്ഷനായി. വിരമിക്കുന്ന പ്രധാന അധ്യാപിക KV ഗീതയ്ക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. മുൻ പ്രധാന അധ്യാപകൻ ഗംഗാധരൻ മാസ്റ്റർ എൻഡോവ്മെന്റ് വിതരണം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ PT ഗോപി, PTA പ്രസിഡന്റ് വിന്യ ജയൻ, ജലീൽ ആദൂർ, സജീവ് ചാത്തനാത്ത്, PC ഗോപാലകൃഷ്ണൻ, നസീമ സക്കീർ, PA അക്ബർ, ഫൈസൽ, CF ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ ധാരാളം അനുഭവിക്കാൻ തക്കവണ്ണം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും. എൻ്റെ പിതാവിൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ് പ്രിയപ്പെട്ട എഴുത്തച്ഛൻ. പല കാര്യങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ 1 വർഷം മാത്രമാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. UDF അനുകൂല സർവീസ് സംഘടനകളുടെ ഐക്യവേദിയായ UTF ഗുരുവായൂർ ഏരിയ കൺവെൻഷൻ നടത്തി. DCC തൃശൂർ ജില്ലാ സെക്രട്ടറി ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MA സമദ് മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ 10 വർഷമായി മുടങ്ങിക്കിടക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങൾ ലഭ്യമാക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. NGO തൃശൂർ ജില്ലാ സെക്രട്ടറി M യൂനസ് അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ RP ബഷീർ, വിവിധ സംഘടനാ നേതാക്കളായ KK ശ്രീകുമാർ, KP സൈമൺ, നജീബ്, MA സാദിഖ്, മുഹ്സിൻ പാടൂർ, C അനസ് ബാബു, KA ഷബന തുടങ്ങിയവർ സംസാരിച്ചു. പാടൂർ പത്യാല ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം നടന്നു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത്. കാരുമാത്ര ഗുരു ശിവാശ്രമത്തിലെ സുനിൽ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ ഗണപതി ഹോമം, ദേവീദേവന്മാർക്കുള്ള പൂജകൾ, ഭുവനേശ്വരി പൂജ എന്നിവയുണ്ടായി. വെള്ളിയാഴ്ച വൈകിട്ട് ആചാര്യവരണം, ദീപാരാധന, പ്രസാദശുദ്ധി, പുണ്യാഹം, തുടർന്ന് അത്താഴപൂജയും ശനിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമവും ഉണ്ടായി. ഉഷപൂജ, കലശപൂജ, ഉപദേവന്മാർക്ക് പൂജകൾ, നാഗദേവതകൾക്ക് പാലും നൂറും സമർപ്പിക്കൽ, പ്രസാദഊട്ട്, വൈകിട്ട് ദീപാരാധന, താലം വരവ്, ഉപദേവതകൾക്ക് പൂജ, ഗുരുതി, എഴുന്നള്ളിപ്പ്, മംഗളാരതി എന്നിവയ്ക്ക് ശേഷം നട അടച്ചു. ഏപ്രിൽ 3-ന് നട തുറക്കലും ഗണപതി ഹോമം, ദേവീദേവന്മാർക്ക് പൂജകളും ഉണ്ടാകും. തുടർന്ന് കലം കരിക്കൽ ചടങ്ങും നടക്കും. ചരമം.
വെള്ളറക്കാട് കൊല്ലൻപടി പൂവാംപറമ്പിൽ പരേതനായ കുഞ്ഞുകുട്ടൻ ഭാര്യ കൗസല്യ നിര്യാതയായി 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാന്ത, ദാസൻ, ബാലൻ, ഷീജ, ബിന്ദു എന്നിവർ മക്കളാണ്. മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളിക്ക് വടക്കുവശം താമസിക്കുന്ന പരേതനായ കൂളിയാട്ട് ഏനുമകൻ ഉദ്യാനത്തയിൽ കുഞ്ഞാലി നിര്യാതനായി. 86 വയസ്സായിരുന്നു. ഖബറടക്കം മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഫാത്തിമയാണ് ഭാര്യ. താഹിറ, ഷുക്കൂർ, ഷമീർ, അസീസ്, മൻസൂർ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി നളന്ദ ജംഗ്ഷനിൽ പുന്നവീട്ടിൽ ചന്ദ്രൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. സുകുമാരൻ, സുനിത, സുമില, സുധീന എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഓശാന ഞായർ ആചരിച്ച ക്രൈസ്തവ സമൂഹം. അന്ത്യത്താഴത്തിനും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും മുന്നോടിയായി ജെറൂസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ നഗരവാസികൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കി ഓശാന ആചരണം ഭക്തിനിർഭരം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. പ്രചരണച്ചൂടിൽ സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തങ്ങളുടെ വോട്ടുറപ്പിക്കാൻ മുന്നണികൾ. റോഡ് ഷോയും കൺവെൻഷനുകളുടെയും ആവേശത്തിൽ പ്രചരണ പരിപാടികൾ സജീവം. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാനപാത കൊരട്ടിക്കരയിൽ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട മിനി ലോറി കാറിൽ ഇടിച്ച അപകടം. കൊരട്ടിക്കര കുരിശുപള്ളിക്ക് സമീപം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവം തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക 50ഓളം ഗജവീരന്മാർ. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.